ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. ഈ ചീസിൻ്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചേക്കണത്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതൊന്ന് ആദ്യം ഉപ്പും ഈ ഗോതമ്പ് മാവും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ തളിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കില്ല, അതിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് ഈ പറാട്ടയ്ക്ക് വേണ്ടിയിട്ട് ആട്ട കുഴച്ചെടുക്കണം. ഞാനിതാ ഇവിടെ ആട്ട കുഴച്ച് ഒരുവിധം ഒന്ന് ഒരുമിച്ചാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും, ആട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ആട്ട നല്ല ഒന്നും കൂടി സോഫ്റ്റായി. അപ്പോൾ കുഴയ്ക്കാൻ നമുക്ക് ഒന്നും കൂടി എളുപ്പമാണ്. എന്നാൽ ഒരു 5 മിനിറ്റ് കൂടി നല്ലോണം അമർത്തി കുഴച്ചെടുക്കണം കേട്ടോ. വല്ലാണ്ട് ടൈറ്റായിട്ട് ആട്ട കുഴക്കരുത്. ഈ പറാട്ടയ്ക്ക് ആകുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയാലും സാരമില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ ആട്ട കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പറാട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടുന്ന് ഇതിൻ്റെ ഒരു പോർഷൻ എടുത്ത് നല്ലോണം റൗണ്ട് ചെയ്ത് പറാട്ട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞാനൊരു പോർഷൻ എടുത്തിട്ട് നല്ലോണം ഉരുട്ടി നല്ല ബോളാക്കിയിട്ട് കയ്യിൽ വെച്ച് അതേപോലെ ഒന്നും കൂടി കുറച്ച് നേരം നല്ലോണം ഉരുട്ടിയിട്ട് നമുക്ക് പൊടിയിൽ മുക്കി നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് നല്ലോണം പൊടിയിൽ മുക്കിയിട്ട് പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പൊടിയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ നല്ലോണം പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം പരത്തിയെടുക്കാം. കുറച്ച് അധികം മാവെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചീസല്ലേ അത് ചിലപ്പോൾ മെൽട്ടായിട്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ ഒരു ആട്ടയുടെ പോർഷൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ ബോളാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം പരത്തിയതിന് ശേഷം നമുക്ക് ചീസ് നടുവിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തി കൊടുത്തു. ഇനി ചീസിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ചീസിൻ്റെ ഷീറ്റിന് മുകളിൽ വെച്ച് കൊടുത്തു. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഓറിഗാനോ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ കുറച്ച് ഓറിഗാനോ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഉപ്പ് ഓൾറെഡി അതിലുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം കേട്ടോ. 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റേ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യാം. മറ്റേ ഭാഗം കൂടി ഫോൾഡ് ചെയ്തു. എന്നിട്ട് വിരൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി അതൊന്ന് യോജിപ്പിക്കുക. അതിന് ശേഷം ഈ 2 ഭാഗങ്ങളും നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അതിന് ശേഷം ഈ ഭാഗം ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ഫോൾഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ എന്താ അറിയോ, ഈ നമ്മുടെ ചീസ് മെൽട്ടായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചു. ഇതാ കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് പതുക്കെ ഒന്ന് പരത്താം കേട്ടോ. അധികം അമർത്തി പരത്തരുത്, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് തവ ചൂടാക്കി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് നല്ലോണം പരട്ടി കൊടുക്കുക. അഥവാ നെയ്യ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റീഫൈൻഡ് ഓയിൽ ആയാലും മതി കേട്ടോ. അപ്പോൾ നിറച്ച് നെയ്യ് പരട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ പൊറാട്ട ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിന് മുകളിലൊന്ന് നല്ലോണം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ 2 ഭാഗത്തേക്കും തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്ത് നമുക്ക് നമ്മുടെ പൊറാട്ട തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തീ മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുക. എല്ലാ കോർണറിലും ഒന്ന് അമർത്തി കൊടുക്കുക. മോൾ ഭാഗത്തും നല്ലോണം കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ തിരിച്ചിടുമ്പോഴും ഈ ഭാഗവും നല്ലോണം നമുക്ക് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനത് മറച്ചിട്ടു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്ത് നല്ലോണം പൊള്ളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊറാട്ട ഒരെണ്ണം തയ്യാറായി. ഇനി നമുക്കത് വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അധികം വേവിച്ച് കരിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് വാങ്ങിയെടുക്കാം. അപ്പോൾ ഞാനത് വാങ്ങി വെച്ചു. അടുത്ത പൊറോട്ട ഞാൻ നന്നായിട്ട് പരത്തി വെച്ചു. ഷീറ്റ്, നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് നടുവിൽ വെച്ചു. പിന്നെ നമ്മൾ ആദ്യത്തെ പൊറോട്ട ഉണ്ടാക്കണ പോലെ കാണിച്ച പോലെ അതേപോലെ തന്നെ നമ്മൾ 2 ഭാഗവും മടക്കി നന്നായി ഒട്ടിച്ചു. ഈ ഭാഗം 2 ഭാഗം ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ തവയിലിട്ടു.
അതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് നല്ലോണം 2 ഭാഗത്തും പുരട്ടിയതിന് ശേഷം 2 ഭാഗവും നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വേവിച്ച് നമ്മുടെ പൊറോട്ട തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പൊറോട്ടയും തയ്യാറായിട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എഴുതുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.